അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെള്ളം കൊടുത്തതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന വിഷയം സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. അതിൽ തഹിയ്യത്ത് നമസ്കാരം, അതിൻ്റെ ഫളായിലുകളെ സംബന്ധിച്ചും അതിൻ്റെ ചില മസ്അലകളെ സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അതേപോലെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. 1, 2, 3 തഹിയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് സമയത്തിനനുസരിച്ച് മറ്റൊരിക്കൽ വിശദീകരിക്കാവുന്നതാണ്. ഇന്ന് ആ വിഷയത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിസ്കാരമുണ്ട്, ളുഹാ നമസ്കാരം. ഈ നിസ്കാരത്തെ സംബന്ധിച്ച് തീരെ അറിയാത്ത ആളുകളുണ്ട്. ളുഹാ നമസ്കാരത്തിൽ ഈ നിസ്കാരം എന്താണ്, ഇത് എത്ര റക്അത്താണ്, ഏത് സന്ദർഭത്തിലാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളത് തന്നെ തീരെ അറിയാത്ത ആൾക്കാരുണ്ട്. ഇവരാണ് ഒരു വിഭാഗം ആൾക്കാർ. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്കത് ബിദ്അത്താണ്. ളുഹാ നിസ്കാരം എന്നുള്ളത് ബിദ്അത്താണ്. അതിൻ്റെതായ ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ബിദ്അത്താണ് എന്നുള്ളത് വിശ്വസിക്കാത്ത ആളുകൾ തന്നെ അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെ എന്താണ് ഈ ളുഹാ നിസ്കാരം എന്താണെന്നുള്ളത് അറിയില്ല. അത് എത്ര റക്അത്താണെന്നുള്ളത് അറിയില്ല. അത് നിസ്കരിക്കേണ്ട സമയം എന്താണെന്നുള്ളത് അറിയില്ല. ഒരു വിഭാഗം. രണ്ടാമതൊരു വിഭാഗം ആൾക്കാർ സുന്നത്തിന്റെ കാര്യത്തിൽ വളരെയധികം കണിഷ്ഠത കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ, അതേപോലെ വിത്തർ, ഖിയാമുൽ ലൈൽ, അതേപോലെ സുന്നത്ത് നോമ്പുകൾ, ഇത്തരത്തിലുള്ള സുന്നത്തായ കാര്യങ്ങളിലൊക്കെ കണിഷ്ഠത പാലിക്കുന്ന ആളുകൾ പോലും ളുഹാ നിസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും അവർ ശ്രദ്ധിക്കാറില്ല. അവർ അവഗണിക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ. മൂന്നാമതൊരു വിഭാഗം ആളുകൾ അവർ ളുഹാ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ വളരെ അപൂർവം മാത്രം നിസ്കരിക്കുന്ന ആൾക്കാർ, ഒരു മാസത്തിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ പലപ്പോഴും ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രം, റമദാനിൽ മാത്രം രാത്രി നിസ്കരിക്കുന്ന ആളുകളെ പോലെ വളരെ അപൂർവമായിട്ട് മാത്രം ളുഹാ നിസ്കരിക്കുന്ന ആൾക്കാരാണ് മൂന്നാമത്തെ വിഭാഗം. അതിൽ തീരെ ഒഴിവാക്കുന്ന ആൾക്കാരല്ല, വളരെ അപൂർവമായിട്ട് മാത്രം നിസ്കരിക്കും. മറ്റൊരു വിഭാഗം ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി സമയം കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ളുഹാ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണ് അവസാനത്തെ വിഭാഗം ആൾക്കാർ. ഇവിടെ ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ആൾക്കാർക്ക് 1, 2 ഹദീസുകൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാം. ഈ ളുഹാ നിസ്കാരത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം. ഇപ്പൊ നമ്മൾ തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ അതേപോലെ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്നുള്ളത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, ഒന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. ഈ ളുഹാ നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകൾക്ക് പ്രത്യേകത ഉണ്ട്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൽ ഇതിലുണ്ട്. ഈ 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംർ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, കൽപ്പന വന്നിട്ടുണ്ട്.
മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് വന്നിട്ടുണ്ട്. അംറും വസിയ്യത്തും തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. വസിയ്യത്ത് എന്നുള്ളത് ഒരു കരാർ പോലെയാണ്, അത് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു വസിയ്യത്ത് എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നമസ്കാരത്തിന്റെ കാര്യം. പിന്നെ മറ്റൊന്ന് വന്നിട്ടുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ ഫളായിലുകൾ ഹദീസുകളിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നിസ്കാരമാണ് ഇത് ദുഹാ നിസ്കാരം എന്നുള്ളത്. അപ്പൊ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു നിന്നുള്ള ഹദീസിൽ അദ്ദേഹം പറയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അറിയാം, സുന്നത്തിന്റെ കാര്യത്തിൽ വളരെയധികം കാഴ്ചകളുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അദ്ദേഹം പറയണം, ഔസാനി ഖലീലി ബിസലാസിൻ, 3 കാര്യങ്ങൾ എന്റെ ഖലീൽ എനിക്ക് വസിയത്ത് ചെയ്തു. ഇവിടെ വസിയത്ത് എന്നാണ്. ആ വസിയത്തിന്റെ പ്രത്യേകത പറഞ്ഞല്ലോ, അതൊരു അഹദാണ്, ഒരു കരാറാണ്. ആ കരാറ് പിന്നെ നമ്മൾ പാലിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള ഒരു കരാർ സ്വീകരിക്കുന്നതിനാണ്, അതാണ് ശരിക്ക് വസിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ 3 കാര്യങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്തു. ഖലീൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു പറയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ അദാഹുന്ന ഹത്താ അമൂത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയിട്ടുള്ള ആ 3 വസിയത്തുകൾ ഉണ്ടല്ലോ, ഞാൻ മരിക്കുന്നത് വരെ അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എന്റെ മരണം വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. 1, എല്ലാ മാസത്തിലും 3 ദിവസത്തെ നോമ്പ്. ആ വസിയത്താണ്, കേട്ടോളി. 1, ഓരോ മാസത്തിലെ 3 ദിവസത്തെ നോമ്പ്. രണ്ടാമത്തത് ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്റാക്കുക. അതിലൊന്നാണിത് സ്വലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം. ഇതിൽ വിത്തറിന്റെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്ന ആൾക്കാരുണ്ട്, അതേപോലെ സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിൽ കണിഷ്ഠത പുലർത്തുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതേ ഹദീസിലാണ് ഈ വസിയത്ത്, ദുഹാ നിസ്കാരത്തെ കുറിച്ച് വസിയത്ത് വന്നിട്ടുള്ളത്. അതോ ഇതിൽ നമ്മൾ ദുഹാ നിസ്കാരം ഒഴിവാക്കി മറ്റതിന്റെ 2 കാര്യത്തിൽ നമ്മളത് ചെയ്യുന്ന ആൾക്കാരാണ് അധികം ആൾക്കാർ. അപ്പൊ ആ വസിയത്തിൽപ്പെട്ട 1 ഈ ദുഹാ നിസ്കാരമാണ്. അതേപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ്, ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള ഹദീസ്. അബൂ ദർദാ റളിയല്ലാഹു തആല അദ്ദേഹം ഈ കാര്യം പറയുന്നത്, ഔസാനി ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത്, ഇതിലും ഔസാനി എന്നാ പ്രയോഗിച്ചിട്ടുള്ളത്. എന്റെ ഹബീബ് എനിക്ക് വസിയത്ത് നൽകിയിട്ടുള്ളത് ബിസലാസിൻ 3 കാര്യങ്ങളെ കുറിച്ചാണ്. ലൻ അദാഹുന്ന മാ ഇഷ്തു, ഞാൻ ജീവിച്ചിരുന്ന കാലം അത്രയും അത് ഒഴിവാക്കിയിട്ടില്ല, ഞാനത് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ വിഷയത്തിൽ അവർക്ക് എത്രത്തോളം കണിഷ്ഠത ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, ഞാൻ മരിക്കുന്നത് വരെ അത് ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ അബൂ ദർദാ റളിയല്ലാഹു പറയുന്നതും അങ്ങനെ തന്നെയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തന്നെ അത് ചെയ്തിട്ടുണ്ട്, ഞാനത് ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് അതിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിൽ ഏത് ഇതുണ്ട്, മുസ്ലിമിന്റെ റിപ്പോർട്ടിലാണ് തോന്നിട്ടുള്ളത്. 1 ഈ ദുഹാ നിസ്കാരമാണ് അതിൽ കൊടുത്തിട്ടുള്ള വസിയത്ത്. അപ്പൊ ഈ 2 ഹദീസുകൾ. ഇനി അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഹാഫിളു അലാ സ്വലാത്തി ദുഹാ ഇല്ല അവ്വാബ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. അതായത് കുറച്ചൊക്കെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെ മൈൻഡ് ചെയ്യാത്തൊരു നമസ്കാരമാണ് അത് സ്വലാത്തുൽ ദുഹാ എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുഹാ നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കാറില്ല ഇല്ല അവ്വാബ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ച് മടങ്ങുന്ന ആളെന്നാണ്. എന്നിട്ട് പറഞ്ഞു, വഹിയ സ്വലാത്തുൽ അവ്വാബി, ഈ ദുഹാ നിസ്കാരം എന്നുള്ളത് അവ്വാബികളുടെ നിസ്കാരമാണ്. അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് ഖേദിച്ച് മടങ്ങുന്ന ആൾക്കാരുണ്ട്. ദിക്ർ കൊണ്ടും ഇസ്തിഗ്ഫാറുകൾ കൊണ്ടും തൗബ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആൾക്കാർ. അപ്പൊ നിസ്കാരത്തിന്റെ മറ്റൊരു പേരാണെന്ത്, സ്വലാത്തുൽ അവ്വാബി. ദുഹാ നിസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് സ്വലാത്തുൽ അവ്വാബി. എന്റെ അർത്ഥം എന്താ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം എന്നാണ് ദുഹാ നിസ്കാരം അറിയപ്പെടുന്നത്. ആ നിസ്കാരം അവ്വാബല്ലാതെ കാത്തു സൂക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിൽ കണിഷ്ഠത പുലർത്തുന്ന ആൾക്കാർ ഈ പ്രയോഗം ശ്രദ്ധിക്കണം. അവ്വാബ്, അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ച് മടങ്ങുന്ന ആളെന്നുള്ളതാണ്. ഈ ഹദീസ് ഇബ്നു ഖുസൈമ ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പൊ അവ്വാബികളുടെ നിസ്കാരമാണ് ഏത്, ദുഹാ നിസ്കാരം. അപ്പൊ ഏതാണ് സ്വലാത്തുൽ അവ്വാബീൻ, ദുഹാ നിസ്കാരമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്ത നിസ്കാരം, അവ്വാബികളുടെ നിസ്കാരം. ഇനി അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസാണ്, ഇത് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ടുള്ള മറ്റൊരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സ്വദഖ, നിങ്ങളുടെ ഓരോ സന്ധികൾക്കും സ്വതക്കുണ്ട്, ഓരോ ജോയിന്റുകൾക്കും സ്വതക്കുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, ഓരോ തസ്ബീഹും അത് സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ, ഓരോ തഹ്മീദും സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വദഖ, അതേപോലെ ഓരോ തഹ്ലീലും സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വദഖ, ഓരോ തക്ബീറും സ്വതക്കയാണ്. വംറും ബിൽ മഅറൂഫി സ്വദഖ വനഹീം അനിൽ മുൻകരി സ്വദഖ, ഇതൊക്കെ സ്വതക്കയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു, അത് സ്വതക്കയാണ്, ഇങ്ങനെ എണ്ണി പറഞ്ഞതിന് ശേഷം പറയാണ്, വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹുമാ മിനൽ ദുആ, ഇതിനെല്ലാം പകരം 2 റക്അത്ത് നിസ്കാരം മതി. മാഷാ അല്ലാഹ്, ഈ പറഞ്ഞ സ്വതക്കകൾക്കെല്ലാം പകരം ദുഹാന്റെ 2 റക്അത്ത് മതി.
അബൂദർ റളിയല്ലാഹു വന്നിട്ടുള്ള ഹദീസാണത്. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ ഇതൊക്കെ സ്വതക്കയാണ്. ആ സ്വതക്കകൾക്കെല്ലാം പകരം ദുആ നിസ്കാരം മതിയാണ്. അപ്പോൾ ദുആ നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണ്, അതിന്റെ ഫളൽ എത്രയാണ്? ഇനി ഇതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ബുറൈദ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഫിൽ ഇൻസാനി 360 മിഷ്തല 360 സന്ധികളാണ്, ജോയിന്റുകളാണ് ഒരു മനുഷ്യനുള്ളത്. 360 ആണ്. ഫഅലൈഹി അൻ യതസദ്ദഖ അൻ കുല്ലി മഫ്സലിൻ മിൻഹു ബിസദഖ. അതുകൊണ്ട് ഓരോ ജോയിന്റുകൾക്കും എന്തുണ്ട്? സ്വതക്ക ഉണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ സുഖകരമായിട്ട് നടക്കണമെങ്കിൽ ഇത് പ്രവർത്തിക്കണം, ഈ ജോയിന്റുകൾ പ്രവർത്തിക്കും. അള്ളാഹു മനുഷ്യന് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിയമത്താണ് ഈ ജോയിന്റുകൾ എന്നുള്ളത്, സന്ധികൾ എന്നുള്ളത്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അതിന്റെ ധർമ്മം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതുകൊണ്ട് ഈ 360 ജോയിന്റുകൾക്കും സ്വതക്കുണ്ട്. 360 ജോയിന്റുകൾക്കും സ്വതക്ക കൊടുക്കണം. അത് ഏറ്റവും ചുരുങ്ങിയത് 360 സ്വതക്ക കൊടുക്കണം. ഇത് ഓരോ ദിവസവും ഈ ഹദീസിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ദുഹാ നിസ്കാരം അത് പതിവാക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിലും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും അവന്റെ സന്ധികൾക്ക് ജോയിന്റുകൾക്ക് സ്വതക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് പതിവാക്കുന്നതാണ് തർജിയായിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതിന് തെളിവ് പിടിച്ച ആളുകൾ പറഞ്ഞ എന്താണ്? ഇത്തരത്തിലുള്ള ഹദീസുകളാണ് ഓരോ ദിവസവും. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത് 360 ജോയിന്റുകൾ, ആ 360 ജോയിന്റുകൾക്കും സ്വതക്കുണ്ട്. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമൻ യുതീഖു ദാലിക യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ 360 സ്വതക്ക ഓരോ ദിവസവും കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് സാധിക്കും? ആർക്കാ പറ്റുക? ഇങ്ങനെ എല്ലാ ദിവസവും 360 ജോയിന്റുകൾക്ക് 360 സ്വതക്ക വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് അതിന് സാധിക്കുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഖാതു ഫിൽ മസ്ജിദി തദ്ഫിനുഹ, പള്ളിയിലുള്ള വൃത്തികേടുകൾ അത് ഒഴിവാക്കല്, അത് നീക്കം ചെയ്യൽ, അത് മറമാടല്, അത് സ്വതക്കയാണ്. വശൈഉ തുനഹിഹി അനി ത്വരീഖി, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്തു കൊടുക്കുക, അത് സ്വതക്കയാണ്. അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ വളരെയധികം ഖൈറുള്ള ഫളിലുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പള്ളിയിൽ നിന്ന് ഇതൊക്കെ അത് മുക്രിക്ക് മാത്രം അല്ലെങ്കിൽ മുഅദ്ദിന് മാത്രം പിന്നെ ശമ്പളം കൊടുത്ത് വൃത്തിയ ആൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകം പുണ്യം കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ, പള്ളിയിലെ വൃത്തികേടുകൾ നീക്കം ചെയ്യുക എന്നുള്ളത്. അതേപോലെ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈലം തജിദ് ഫറകഅത ളുഹാ തുജ്സിയുക, ഇനി ഇതിന് സാധ്യമല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന് പകരം നിനക്ക് 2 റക്അത്തുള്ള ളുഹാ നിസ്കാരം മതി. ളുഹായുടെ 2 റക്അത്താണ് ഇതിനെല്ലാം പകരം. 360 സന്ധികൾക്ക് കൊടുക്കുന്ന ജോയിന്റുകൾക്കുള്ള സ്വതക്കകൾക്ക് പകരം 360 സ്വതക്കകൾക്ക് പകരം ളുഹാ നിസ്കാരം മതി എന്നാണ്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ ഫളിൽ എത്രത്തോളം ഉണ്ട്? അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ആ 360 സ്വതക്കകൾക്ക് പകരം 2 റക്അത്ത്, അതിന്റെ ഏറ്റവും ചുരുങ്ങിയ റക്അത്ത് നിസ്കരിക്കാൻ എത്ര സമയം വേണ്ടി വരും? 5 മിനിറ്റ് വേണം. 360 സ്വതക്കകൾക്ക് പകരം ളുഹ 2 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് മതി എന്നുള്ളതാണ് ഈ ഹദീസ്. എങ്കിൽ ഈ സ്വതക്കകൾക്ക് പകരം ഈ ളുഹ നിസ്കാരം മതി എന്നുള്ളതാണ്. എത്ര ആളുകൾ ഇതിന്റെ ഫളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്? എത്ര ആളുകൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്? മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുഐമ ബിൻ ഹമ്മാർ അൽ ഖത്തഫാനി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അദ്ദേഹം പറയാണ്, ഖാല അല്ലാഹു അസ്സ വജല്ല, ഇത് ഖുദ്സി ആയിട്ടുള്ള ഹദീസാണ്. അല്ലാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, ലാ തഅജിസ് അൻ 4 റക്അത്ത് മിൻ അവ്വലിൻ നഹാരി, പകലിന്റെ തുടക്കത്തിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ നീ ദുർബലനായി പോകരുത്, നീ അശക്തനായി പോകരുത്, നിനക്ക് കഴിയാതെ പോകരുത്. പകലിന്റെ തുടക്കത്തിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിച്ചാലോ അക്ഫീക ആഖിറഹു, ആ പകലിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ നൽകും. പകലിന്റെ അവസാനം വരെ നീ പകലിന്റെ ആദ്യത്തിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ, ളുഹ 4 റക്അത്ത് നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവ് കൂടി ഹദീസിൽ വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. പകലിന്റെ ആദ്യത്തിൽ നീ 4 റക്അത്ത് ളുഹ നിസ്കരിച്ചാൽ ആ പകലിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് മതി, അള്ളാഹു പറയുന്നത്. ഇതൊരു റിപ്പോർട്ട്. ഇനി അബൂദർദാന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, പിന്നെ അതേപോലെ അബൂദറിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ഇബ്നു ആദം ഇർകഅലി 4 റക്അത്തിൻ മിൻ അവ്വലിൻ നഹാരി അക്ഫിക ആഖിറഹു എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അക്ഫിക ആഖിറഹു എന്നുള്ളതിന്റെ ഷറഹ്, ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുണ്ട്. പകലിന്റെ ആദ്യ ഭാഗത്ത് നീ 4 റക്അത്ത് നിസ്കരിച്ചാൽ, അതായത് 4 റക്അത്ത് നിസ്കരിച്ചാൽ ആ പകലിന്റെ അവസാനം വരെ നിനക്ക് ഞാൻ മതി എന്ന് പറഞ്ഞല്ലോ. അതിന് ഷറഹ് വന്നിട്ടുള്ളത്, 1, നിന്റെ ദുനിയാവിലുള്ള ഷറുകളിൽ നിന്ന് നിനക്ക് ഞാൻ മതി, അതിൽ ഞാൻ നിനക്ക് സംരക്ഷണം നൽകും.
ആഖിറത്തിൽ വരുന്ന ഷർറുകളിൽ നിന്ന് ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. ഒരു ഷർറ്. രണ്ടാമതൊരു ഷർറ് എന്നുള്ളത് ദമ്പുകള്, ദുനൂബുകള്, തെറ്റുകളിൽ നിന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അള്ളാഹ് പറയണം, തെറ്റുകളിൽ നിന്ന് ആ പകലിന്റെ അവസാനം വരെ ഈ 4 റക്അത്ത് നമസ്കാരം കൊണ്ട് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി വല്ല തെറ്റും നിനക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അത് ഞാൻ നിനക്ക് അഫ്വ് ചെയ്തു. ഞാൻ അതിന്റെ അറബി വായിക്കണില്ല, അതൊക്കെ ആ ഹദീസിന്റെ ഷറഹാണ്. വല്ല തെറ്റും നിന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നീ പകലിന്റെ ആദ്യത്തിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് മാഫ് ചെയ്തു തരും. പിന്നെ വേറൊരു വിശദീകരണം വന്നിട്ടുള്ളത്, നിനക്ക് എന്തെങ്കിലും ഹമ്മുകളുണ്ടോ, ഹാജാത്തുകളുണ്ടോ, പകലിന്റെ അവസാനം വരെ ഞാൻ നിന്റെ ഹാജാത്തുകൾ നിർവഹിച്ചു തരും. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരും. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം നീ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. എങ്കിൽ ആ പകലിന്റെ അവസാനം വരെ നിന്റെ കൂടെ നിനക്ക് ഞാൻ മതി, നിന്റെ കൂടെ ഞാനുണ്ടാവും, നിന്നെ സംരക്ഷിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഷറഹിൽ വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ പകലിന്റെ ആദ്യത്തില് 4 റക്അത്ത് ദുഹാ നിസ്കാരം, ഇത്രത്തോളം ഫളലുള്ള നിസ്കാരമാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ ഫജ്ർ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തദ്ലു അശംസ്, പിന്നീട് അയാൾ ദിക്റുകളൊക്കെ ചെയ്തുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു, സുമ്മ സല്ല റക്അത്തൈനി, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഫജ്ർ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. 2, ആ നിസ്കാരത്തിന് ശേഷം ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക, ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എങ്കിൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, എങ്കിൽ അവന് പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം അവന് കിട്ടും. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഹജ്ജിന്റെ പ്രതിഫലം വേണോ? അതും എങ്ങനെയുള്ള ഹജ്ജ്? പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം. ഉംറയുടെ പ്രതിഫലം വേണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ദുഹാ നിസ്കാരത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒരു ഭാഗം, മറ്റൊന്ന് ബാക്കിയുള്ള സുന്നത്തുകളിൽ കണിശത പുലർത്തുന്ന ആളുകൾ, റവാത്തിബിന്റെ കാര്യത്തിൽ, വിത്തറിന്റെ കാര്യത്തിൽ, ഇങ്ങനെയൊക്കെ അതൊക്കെ വേണം. എന്നാൽ ദുഹാ നിസ്കാരത്തെ അവഗണിക്കുന്ന ആളുകൾ, ഇനി വർഷത്തിലൊരിക്കൽ മാത്രം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഈ ഹദീസ് മനസ്സിലാക്കണം. പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം, പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം ആൾ കിട്ടും. ഇതെങ്ങനത്തെ 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ. ഇതിന് ഈ പറഞ്ഞിട്ടുള്ള ഷർത്തുകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. എന്ത്? സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കണം, ആ മുസല്ലിൽ തന്നെ ഇരിക്കണം, അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ട് അത് ഉയർന്നു പൊങ്ങണം. എത്രത്തോളം ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുന്തണ് വെച്ചാൽ എത്ര ഉണ്ടാവും, അത്രത്തോളം സൂര്യൻ ഉയർന്നു പൊങ്ങണം. ആ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയണം. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഈ പറഞ്ഞ കണ്ടീഷൻസിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ഉള്ളത്. അതല്ലാത്ത ആളുകൾക്ക് ദുഹാ നിസ്കരിച്ച പ്രതിഫലം, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഫലമാണ് കിട്ടുക. ഈ കണ്ടീഷൻസ് ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതാണ് സ്വലാത്ത് ഷുറൂഖ്. ഈ സ്വലാത്ത് ഇഷ്റാഖി എന്നുള്ളതും ദുഹാ നിസ്കാരം എന്നുള്ളതും രണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, 2 ഒന്നാണ്. സ്വലാത്തുൽ ഇഷ്റാഖ് എന്നുള്ളതും സ്വലാത്തുൽ ദുഹാ എന്നുള്ളതും ഒരൊറ്റ നിസ്കാരമാണ്. ഇതിന്റെ ആദ്യ ഭാഗം, ദുഹാ നിസ്കാരത്തിന്റെ ആദ്യ സമയമാണിത്. ഇതിന്റെ സമയത എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് കിട്ടുന്നത്? സ്വലാത്തുൽ ഇഷ്റാഖ് എന്നുള്ള പേര് കിട്ടുന്നത്. ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇഷ്റാഖ് നിസ്കാരം വേറെ, ദുഹാ നിസ്കാരം വേറെ, അങ്ങനെയല്ല. പിന്നെ അതിൽ മറ്റൊരു തെറ്റിദ്ധാരണ, 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടൂല. അത് ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് അതിലുണ്ടാകണം. അവർക്ക് മാത്രം പ്രത്യേകമായി കിട്ടുന്നൊരു പ്രതിഫലമാണ്. അപ്പൊ അത് ദുഹാ നിസ്കാരത്തിന്റെ ആദ്യത്തെ സമയം. അപ്പൊ ആ ഹജ്ജിന്റെയും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അത് ഈ ദുഹാ നിസ്കാരം എന്നുള്ളത്. അപ്പൊ ഈ ഹദീസും ഇതേപോലെ തന്നെ ഉലമാക്കൾ ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസ് അറിയത്, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവർക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ ഈ പറയപ്പെട്ടുള്ള ഹദീസ്, ഇതെല്ലാത്തതും വേറെ ഹദീസ്, ഞാനതിൽ പ്രധാനപ്പെട്ട 5-6 ഹദീസുകളിലൂടെ വായിച്ചു എന്ന് മാത്രം. ഇനി ഇതിന്റെ വിശദീകരണത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സമയം, ദുഹാ നിസ്കാരത്തിന്റെ സമയം ഏതാണ്? സൂര്യൻ ഉദിച്ചിട്ട് നല്ലോണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുന്തത്തിന്റെ അത്ര ആയതിനു ശേഷമാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത്. അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം. കാരണം നിസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയണം. ചില ആൾക്കാർ 10 മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു 15-20 മിനിറ്റ് ആയതിനു ശേഷം അതിന്റെ സമയം ആരംഭിക്കും. ഇതാണ് ദുഹാ നിസ്കാരത്തിന്റെ ആദ്യത്തെ സമയം. ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ ഇതിന് എന്ത് പറയും? സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. ദുഹാ നിസ്കാരത്തിന്റെ അവസാന സമയം ഏതാണ്? ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്. ളുഹർ നിസ്കാരമല്ല, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്. അതായത് ഒരു 15 മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാം.
ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15-20 മിനിറ്റ് മുമ്പ് വരെ ഇതിന് സമയമുണ്ട്. ഈ സമയത്തിന്റെ ഇടയ്ക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏത്? ആ സമയത്താണ് നിസ്കരിക്കേണ്ടത് ഏത്? ളുഹാ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഈ സമയത്താണ്. അപ്പൊ ഇഷ്റാഖും ളുഹായി 2 അത് 2 ഒന്നാണ്. ഞാൻ അതിന്റെ വേറെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടും ഒറ്റ നിസ്കാരം എന്നുള്ളത് ഏതാണ്ട് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടും ഒരൊറ്റ നിസ്കാരം തന്നെയാണ്. അപ്പൊ ഇതിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ളുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും അഫ്ദലായിട്ടുള്ള സമയം ഏതാണ്? അത് ആദ്യ ഭാഗത്ത് നിസ്കരിക്കുന്നതാണോ, അതിൽ അതിന്റെ അവസാന ഭാഗത്ത് നിസ്കരിക്കുന്നതാണോ ഏറ്റവും ഹൈറായിട്ടുള്ളത്? അതിന്റെ അവസാന ഭാഗത്ത് നിർവഹിക്കുന്നതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. എന്നാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? 2 റക്അത്ത് നിസ്കരിച്ചാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക. ആ കാര്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. അപ്പൊ ളുഹാ നിസ്കാരത്തിന്റെ അഫ്ദലായിട്ടുള്ള സമയം നല്ലോണം ചൂടാകുന്ന സമയമാണ്. അത് ഹദീസിൽ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് ഒന്ന് പറഞ്ഞുതരാം. പ്രത്യേകം ഹദീസിൽ അത് പ്രത്യേകം വന്നിട്ടുണ്ട്. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, സെയ്ദ് ബിൻ അർഖം റഅ ഖൗമൻ യുസല്ലൂന മിനൽ ളുഹ, അവർ ളുഹ നിസ്കരിക്കുന്നത് കണ്ടു. കുറച്ച് ആൾക്കാർ ളുഹ നിസ്കരിക്കുക. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ ലഖദ് അലിമാന സ്വലാത്ത ഫീ ഗൈരി ഹാദിസാത്തി അഫ്ദൽ, ഈ സമയത്തല്ല ളുഹ നിസ്കാരം ഉത്തമമെന്ന് അഫ്ദലായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അറിയില്ലേ? അപ്പൊ ഈ സമയത്തല്ല അത് അഫ്ദലായിട്ടുള്ളത്. ആ സമയത്ത് നിസ്കരിക്കാം, അത് അതിന്റെ ആദ്യ സമയമാണ്. ഇവിടെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നത് ഇതിന്റെ അഫ്ദലായിട്ടുള്ള സമയം ഇതല്ല എന്നുള്ളത് ഇവർക്ക് അറിയില്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? സ്വലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നമസ്കാരം എന്നുള്ളത് ഹീന തർമദുൽ ഫിസാൽ, നന്നായി മണല് ചൂട് പിടിക്കുന്ന സമയത്താണ്. ഇവിടെ ഫിസാൽ എന്നുള്ളതിന്റെ അർത്ഥം ഒട്ടകക്കുട്ടികൾ എന്നുള്ളതാണ്. ഒട്ടകക്കുട്ടികൾ എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മണൽ നല്ലോണം ചൂടാവും. അങ്ങനെ ഒട്ടകക്കുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ കാലുകൾ നിലത്ത് വെച്ചാൽ പൊള്ളുന്ന അത്രത്തോളം ചൂട്. അതാണ് ഇവിടെ തെർമദുൽ ഫിസാൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ല ചൂടുള്ള സമയത്ത് നിസ്കരിക്കുന്നതാണ് എന്ത്? അഫ്ദലായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗത്ത് നിസ്കരിക്കുന്നത് ജായിസാണ്, ആ സമയത്തൊക്കെ നിസ്കരിക്കാം. പക്ഷെ അഫ്ദലായിട്ടുള്ള സമയം മണലൊക്കെ നല്ല, ഭൂമിയൊക്കെ നല്ല ചൂട് പിടിച്ച്, അതായത് അതുകൊണ്ടാണ് ഇവിടെ ഫിസാലി എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഈ ഒട്ടക കുട്ടികൾക്ക് എന്താണ്? ചൂട് കൊണ്ട് അവരുടെ കാലുകൾ നിലത്ത് വെക്കാൻ സാധിക്കാത്ത അത്രത്തോളം കഠിനമായിട്ടുള്ള ചൂട്, നിലത്ത് കുത്താൻ കഴിയാത്ത അത്രത്തോളം ചൂട്, അവർ തണലുകൾ തേടി പോകുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ അതികഠിനമായ ചൂടിന്റെ സമയത്ത് നിസ്കരിക്കുന്നതാണ് എന്ത്? ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്നുള്ളത് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയണം. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അൽ മസ്ജിദ് ഖുബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ മസ്ജിദിലേക്ക് ചെന്നു. ഔ ദഖല മസ്ജിദ, അല്ലെങ്കിൽ ആ പള്ളിയിൽ പ്രവേശിച്ചു. അങ്ങനെ ബഅദമ അശ്റഖതി ശംസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ കയറിയത്. ഫൈദാഹും യുസല്ലൂൻ, അപ്പോൾ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുആ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വലാത്തൽ അവ്വാബീന കാനു യുസല്ലൂനഹാ ഇദാ റമിലത്തിൽ ഫിസാൽ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആ വാക്യ ഭാഗം തന്നെ. അവ്വാബീങ്ങളുടെ നിസ്കാരം അതവർ നിർവഹിക്കാറുണ്ടായിരുന്നത് എപ്പോഴാണ്? മണൽ നല്ലോണം ചൂട് പിടിച്ചാൽ ആയിരുന്നു അവർ ആ നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത്. ഇത് അഹ്മദിന്റെ റിപ്പോർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നിർവഹിക്കുന്നതാണെന്ത്? ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് എത്ര റക്അത്താണ്? ദുഹാ നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് 2 റക്അത്ത്. അതേപോലെ തന്നെ 4 റക്അത്ത് എന്നുള്ളത് നമ്മൾ ആ ഹദീസ് പറഞ്ഞു, 4 റക്അത്ത് നിസ്കരിക്കാം. അതേപോലെ അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ 6 റക്അത്ത് എന്നുള്ളത് വന്നിട്ടുണ്ട്. 6 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് വന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ വന്നിട്ടുള്ള ഹദീസിൽ 8 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ 2, 4, 6, 8 ഇങ്ങനെയൊക്കെ നിസ്കരിക്കാം. ഇനി 8-ലധികമാകുന്നതിന് വിരോധമുണ്ടോ? 8-ലധികമാകുന്നതിന് വിരോധമല്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ആയിഷ റളിയല്ലാഹു തആല നിന്ന് വന്നിട്ടുള്ള ഹദീസ്. ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹ 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം 4 നിസ്കരിക്കാറുണ്ടായിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹ് ഉദ്ദേശിച്ചത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? 8-ലധികമാകുന്നതിന് വിരോധമല്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് ദായിമ അവരുടെയൊക്കെ ഫത്വയിൽ ഇത് കാണാൻ പറ്റും. ചില ആൾക്കാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 നിസ്കരിച്ചു എന്നുള്ളതാണ് അധികവും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് 8 നിസ്കരിച്ചു എന്നുള്ളത്, അതുകൊണ്ട് 8 നിസ്കരിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിക്കുമ്പോ യസീദ് മാഷ അല്ലാഹ്, എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹ് ഉദ്ദേശിക്കുന്ന അത്ര അത് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസ് വെച്ചിട്ടാണ് അവരെന്ത് പറഞ്ഞത്? അതിന്റെ റക്അത്തുകൾ അത് ഹസറാക്കിയിട്ടില്ല. അത് ഇത്ര റക്അത്ത് എന്നുള്ളത് നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് ഉദ്ദേശിക്കുന്ന അത്ര അത് വർദ്ധിപ്പിക്കാറുണ്ട് എന്നാണല്ലോ ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് പറഞ്ഞത്? എട്ടിലേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വിരോധമല്ല എന്നുള്ളത് പറയാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി തഹിയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ യാത്രയിൽ ദുഹാ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ? യാത്രയിലും നിസ്കരിക്കാം എന്നുള്ളത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകള് ഏതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. റവാത്തിബുകളുടെ കൂട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ തന്നെ വിത്ർ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള റവാത്തിബുകളാണ് ഒഴിവാക്കിയത്, സുബഹി അല്ലാത്തത്. പിന്നെ തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രത്യേകം എണ്ണിയിട്ടുള്ളതാണ് ഇത് സ്വലാത്തുൽ ദുഹാ. ദുഹാ നിസ്കാരം യാത്രയിൽ പോലും നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ചർച്ചകളിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആയിഷ റളിയല്ലാഹു തആല, ഇത് നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ട് പിന്നെ ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്റെ ശുറൂഹുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയാണ് അന്നഹ, പിന്നെ ഈ റിപ്പോർട്ടിൽ കാണാം അന്നഹ, അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കാനത്ത് തുസല്ലി ദുഹാ 8 റക്അത്തിൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ 8 റക്അത്ത് ദുഹാ നിസ്കരിക്കാറുണ്ടായിരുന്നു. സുമ്മ തഖൂലു, എന്നിട്ട് അവർ പറയും ലൗ നുശ്റ ലി അബവായ മാ തറക്തുഹ, എന്റെ മാതാപിതാക്കളെ അല്ലാഹ് ഇനിയാണ് ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ പോലും ഈ 2 റക്അത്ത് ഞാൻ ഒഴിവാക്കുകയില്ല എന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്റെ മരിച്ചുപോയ മാതാപിതാക്കൾ അല്ലാഹ് ജീവിപ്പിച്ച് കാണിച്ചു തരുന്നു. എന്നിരുന്നാൽ തന്നെ ഞാൻ ഈ 2 റക്അത്ത് ഒഴിവാക്കൂല എന്നാണ് ഏത് ദുഹാ നിസ്കാരത്തെ പറ്റി പറയുന്നത്. അതിന്റെ ശറഹ് ഇബ്നു ഹജറൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതിന്റെ വിശദീകരണം എന്നുള്ളത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, മരിച്ചുപോയ മാതാപിതാക്കളെ ജീവിപ്പിക്കുക, അവരെ വീണ്ടും തിരിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ മനുഷ്യരിൽ ലബ്ധത്തുള്ള ഒരു കാര്യത, അതിനേക്കാൾ ആനന്ദവും സന്തോഷമുള്ള ഒരു കാര്യത. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അവിടെ പറയുന്നത് എന്താ? അതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് 2 റക്അത്ത് ദുഹായുടെ ഈ നിസ്കാരം. ഒന്ന്, അതാണ് അതിന്റെ ഒരു ഷറ, അതിനേക്കാൾ സന്തോഷം. രണ്ടാമതിനി അവരെനിക്ക് അല്ലാഹ് ജീവിപ്പിച്ചു തന്നു, അവരെ ജീവിപ്പിച്ചു, അവരെനിക്ക് കിട്ടി എങ്കിൽ ഞാൻ അവർക്ക് ഹിദ്മത്ത് ചെയ്ത് കൊണ്ട് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി അവർക്ക് എങ്ങനെ തന്നെ ഹിദ്മത്ത് ചെയ്ത് കൊടുത്താലും അതിനൊരു സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷത്തേക്കാൾ എനിക്ക് ഇഷ്ടമാണ് എന്ത്? ഈ 2 റക്അത്ത് ദുഹാ നിസ്കാരം, ഈ ദുഹാ നിസ്കരിക്കുക എന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. ഇങ്ങനെ ഒന്നിലധികം ഷറഹുകൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോ മൊത്തത്തിൽ അതിനെപ്പറ്റി ഇബ്നു ഹജർ പറയുന്നത് വെച്ചാൽ എന്തൊരു പരിതസ്ഥിതിയിലാണെങ്കിലും ശരി ഈ ദുഹാ നിസ്കാരം ഞാൻ ഒഴിവാക്കൂല എന്നുള്ളതാണ് എന്ത് ആയിഷ റളിയല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ രത്ന ചുരുക്കം. എന്തെന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, അപ്പൊ മാതാപിതാക്കളെ അല്ലാഹ് വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണല്ലോ. അതേപോലെ ഈ ദുഹാ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അത് ഞാൻ ഒഴിവാക്കൂല എന്നുള്ളതാണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. ഇതിന്റെ വ്യാഖ്യാനം എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് അൽബാനി അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഹസനാക്കിയിട്ടുള്ള ഒരു സംഭവമാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ ഇതിനെപ്പറ്റി വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് സുന്നത്തുൻ മുഅക്കദ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുഹാ നിസ്കാരം എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. ഫഅലഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. വഅർശദ ഇലൈഹാ അസ്ഹാബഹു, അദ്ദേഹത്തിന്റെ സ്വഹാബികളോട് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയോട് ഈ വിഷയത്തിൽ ചോദിച്ചു ചെയ്ത് നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഹദീസ് ഹസനാണെന്നുള്ളത് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ആ ഹദീസിന്റെ കാര്യത്തിൽ പിന്നെ തർക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇനി ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ എന്താണ്, അതിലെന്താണ് അത്ഭുതം? അദ്ദേഹം ചോദിക്കാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞതിൽ എന്താണ് അത്ഭുതം? അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അത് യുസാബുൽ ഇൻസാനു അലാ അമലിൻ ഖലീലിൻ സവാബു അമലിൻ കസീറിൻ, ചെറിയ അമലിന് എന്ത് ചെയ്യും? ചിലപ്പോൾ വലിയ അമലിന്റെ പ്രതിഫലം അല്ലാഹ് കൊടുക്കും. യന്ന സവാബ ഫദ്ലുൻ മിനല്ലാഹി അസ്സ വജല്ല യുതിഹി മൻ യശാ, കാരണം പ്രതിഫലം എന്നുള്ളത് അള്ളാഹുവിന്റെ ഫദ്ലിൽപ്പെട്ടതാണ്. അത് അല്ലാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് വാരിക്കോരി കൊടുക്കും. അപ്പൊ അതിൽ അത്ഭുതമൊന്നുമില്ല എന്നുള്ള ആര് പറയാണ്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ആരാണ്? ആര്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം പറയണം തദുല്ലു അലാ ഫളീലത്തി ദുഹാ, ഈ പറഞ്ഞിട്ടുള്ള ഹദീസൊക്കെ എന്താണ്? ദുഹാ നിസ്കാരത്തിന്റെ ഫളീലുള്ള തെളിവാണ്. വ കസറത്തു സവാബിഹി വ തഅക്കുദിഹി, അതിന് എത്രത്തോളം പ്രതിഫലം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്.
അത് എത്രത്തോളം തഅക്കുദായ സുന്നത്താണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് വലിദാലിക ഹാഫള അലൈഹി വലം യത്റുഖാഹു. ഏത് നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു അവരത് ഒഴിവാക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവർ പറഞ്ഞല്ലോ ഞങ്ങളത് ഒഴിവാക്കൂലാന്ന്. അവരത് പറയാനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ്. അത് തഅക്കുദാണ്, അതിന്റെ സവാബ് കസീറാണ്, വളരെയധികം പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നുള്ളത് ആര് പറയണ്? ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അതേപോലെ തന്നെ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ മുഹിം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ മുഹാഫള വൽ ഇനായത്തു ബിഹാ. ദുആ നിസ്കാരം അതിന്റെ കാര്യത്തിൽ മുഹാഫളത്ത് വേണം. അതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പതിവാക്കണം. ആ നിസ്കാരത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഫഇൻ കാനൽ ഇൻസാനു യൻശഇലു അൻഹാ ഫി ആഖിരി വഖ്തി വയഖ്ശാ ലാ യുസല്ലിഹാ ബാദിർ ബിഹാ ഫി അവ്വലിൽ വഖ്തി. ഈ അതിന്റെ അവസാന സമയത്ത്, അതിന്റെ അഫ്ളലായ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരാൾ പേടിച്ചാൽ എന്ത് ചെയ്യണം? അവൻ ആദ്യ സമയത്ത് അവൻ അത് നിസ്കരിച്ചു കൊള്ളട്ടെ. ഹത്താ യുദ്രിക ഫദ്ലഹ, അതിന്റെ ഫദ്ല് അവൻ നേടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ, അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള വസിയ്യത്ത് അതാണ് എന്നാര് പറയുന്നുണ്ട്? ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുആ നിസ്കാരത്തിന്റെ കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അൽ ദുഹാ സുന്നത്തുൻ, ദുഹാ നിസ്കാരം എന്നുള്ളത് സുന്നത്താണ്. വമൻ വാളബ അലൈഹാ ഫഹുവ അലാ ഖൈരിൻ അളീമിൻ. ആരെങ്കിലും അത് പതിവാക്കിയാൽ അവൻ വമ്പിച്ച ഖൈറിലാണ്. അവൻ വമ്പിച്ച ഖൈറിലാണ്. ആരാണോ ദുആ നിസ്കാരം പതിവാക്കുന്നത് അവൻ. ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ ഇത് വളരെ വിശദമായിട്ട് ഇതിന്റെ ഫളിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള 1-2 വാക്യങ്ങൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, വഹാദാ യദുല്ലു അലാ അന്നഹു യംബഇ ലിൽ ഇൻസാനി, ഒരു മനുഷ്യന് നല്ലതെന്താണ്? അൻവാലിബ അലൈഹിമാ, ആ ദുആ നിസ്കാരത്തിന്റെ റക്അത്തുകൾ പതിവാക്കുക എന്നുള്ളതാണ്. അതവൻ പതിവാക്കട്ടെ എന്നുള്ളത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫളായിലുകളെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസുകൾ വെച്ചുകൊണ്ടാണ് അതൊരാൾക്ക് പതിവാക്കാം എന്നുള്ളത് പറഞ്ഞത്. എന്നാൽ ചില സന്ദർഭത്തിൽ അത് ഒഴിവാക്കുന്നതിന് എന്തില്ല, വിരോധമല്ല, കാരണം അത് സുന്നത്താണ്. തഹിയ്യത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു. അതിന്റെ ഫളായിലുകൾ നമ്മളത് മനസ്സിലാക്കി. ഇനി ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ, അയാൾക്ക് ആ വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു അല്ല അതിന്റെ പേരിൽ അയാൾക്ക് കുറ്റുണ്ടോ? ഒരു ഇസ്മും അതുകൊണ്ടില്ല എന്നുള്ളതാണ്. അയാൾക്ക് വമ്പിച്ച പ്രതിഫലം നഷ്ടപ്പെടും. ആ ദുആ നിസ്കാരത്തിന്റെ വമ്പിച്ച പ്രതിഫലം നഷ്ടപ്പെടും. അത് നിസ്കരിക്കാത്തത് കൊണ്ട് അയാളെ അതിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്, നിസ്കരിക്കാത്തത് കൊണ്ട് അയാളെ കുറ്റക്കാരനായി തീരുന്നില്ല, പക്ഷെ ആ ഖൈറുൻ അളീം അയാൾക്ക് നഷ്ടപ്പെടും. അതേപോലെ തന്നെയാണ് ദുആ നിസ്കാരം. നമുക്ക് പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സമയം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ സമയം കിട്ടുന്ന ആളുകളെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുവിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്താനായിരുന്നു. നമ്മൾ കോഴിക്കോട് കല്ലായില്